ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവരും എക്സാമിൻ്റെ ഒരു ചൂടിലൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. +2 കൊമേഴ്സ് എക്കണോമിക്സുകാരുടെ എക്സാം വരുന്നത് ലാസ്റ്റാണ്. ഏറ്റവും ലാസ്റ്റ് ഒരു 26-നാണ് എക്സാം. പക്ഷേ ഞാൻ വീഡിയോ ജസ്റ്റ് നേരത്തെ ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഞാൻ റിവേഴ്സ് ഓർഡറിൽ ഇങ്ങനെ വീഡിയോ ഇടാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴത്തേക്കും ബിസിനസ് നമ്മുടെ 14-നുള്ള ബിസിനസ്സിൻ്റെയൊക്കെ മുമ്പായിട്ട് അതിൻ്റെ വീഡിയോയും കൂടെ ആയിട്ട് കറക്റ്റ് ടൈമായിട്ട് വരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 1000% ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മാത്രമായിരിക്കും പറയുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാത്ത കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം എന്താണ്, എക്സാം വന്ന് തലയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് ഒരു കാര്യമില്ല. ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു പോകുന്നത്. സമയം ഇനിയും നിങ്ങൾക്ക് തീർന്നിട്ടില്ല. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത കൂട്ടുകാർക്ക് ഇനിയും പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചാലും മതി. നല്ല ഒരുവിധം പാസ് മാർക്കല്ല, അതിൽ കൂടുതൽ നല്ല മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഫോളോ അപ്പ് ചെയ്ത് കാണുക. എല്ലാ സബ്ജക്റ്റിനും വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ പഠിക്കുക. ജസ്റ്റ് വീഡിയോ കണ്ട് വിടുക മാത്രമല്ല, അതിനോടൊപ്പം അതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷുവർ ചെയ്യുന്നു, അതായത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും. ഫുൾ A+ കിട്ടാനുള്ള രീതിയിലായിരിക്കും നമ്മൾ വീഡിയോസ് എല്ലാം പറയുന്നത്. കാരണം വീഡിയോസിലുള്ള ഓരോ ക്വസ്റ്റ്യനും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫുൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് ആണ്. കാരണം ദ സീക്രട്ട് ടു സക്സസ് എന്ന് പറയുന്നത്, എക്സാമിലുള്ള സക്സസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടിംഗ് ആണ്. അതായത് നമ്മൾക്ക് ചോദ്യങ്ങളിൽ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ കുറേയധികം കണ്ടൻറ്റ് ഇങ്ങനെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ചോദ്യങ്ങളും അതിന് ഉത്തരവും എന്ന രീതി വേണം പഠിക്കാൻ. അതാണ് ടോപ്പേഴ്സിൻ്റെ എല്ലാം സീക്രട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. സോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യം മോഡലിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആൻസർ പറഞ്ഞു പോവാണ്. ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആദം സ്മിത്ത് ആണ്. അതിനുശേഷം അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ കോംപ്ലിമെൻ്ററി ഗുഡ്സ്? പെൻ ആൻഡ് ഇങ്ക്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്തൊക്കെയാണ്, അല്ലെ എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്നൊക്കെ പറയണോ? എന്താണ് ഇപ്പോൾ പെന്നുണ്ടെങ്കിൽ പെൻ മാത്രമായിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഇങ്കും കൂടെ വേണം അല്ലേ. എന്നാൽ കോംപ്ലിമെൻ്ററി ഗുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. അതായത് കോഫി, ചായ കുടിക്കാത്ത ആൾക്ക് കോഫി കുടിക്കാം അല്ലേ. ചായയോടൊപ്പം കോഫി വേണോ? വേണ്ട. അപ്പോൾ അതാണ്, അതായത് ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ കൂടി വേറൊരു സാധനം വേണം. അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതെന്ന് പറയില്ലേ, അതെന്താണ്? ഒരെണ്ണത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, പെന്നിന് പകരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റും. ദി ഇൻപുട്സ് ദാറ്റ് എ ഫേം യൂസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലേ. ഇൻഡിഫറൻസ് കർവ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. സോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത ദ റെക്കോർഡ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ്, ട്രാൻസ്ഫർ പേയ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. അടുത്ത കറണ്ട് അക്കൗണ്ട് അല്ല, സോറി, അത് കറണ്ട് അക്കൗണ്ടിലാണ് വരുന്നത്. പക്ഷേ സംഭവം എന്താണ്? റെക്കോർഡാണ്. ദ ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ് ആൻസർ. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ്സ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അടുത്ത ഓഡ് വൺ, അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് ഓൾഡ്. ഇതിൽ പ്രൈസ് സപ്പോർട്ടാണ്. കാരണം ബാക്കിയെല്ലാം ഗ്രാൻഡ്, ഗിഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ വരുന്നതാണ് അല്ലെ. നോൺ ടാക്സ് റവന്യൂ ആണ്. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. GNP എന്ന് പറയുന്നത് GDP പ്ലസ് NFIA നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് ആണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് ഓൺ ദ സപ്ലൈ കർവ് അറ്റ് വിച്ച് എ ഫേം ഏൺസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് മാത്രം ഫേമിന് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. ഷട്ട് ഡൗൺ പോയിന്റിന്റെ പ്രത്യേകത AVCയുടെ മിനിമം പോയിന്റിൽ എത്തുന്നതാണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അറിയാമല്ലേ, ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോയും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കും, ഉറപ്പാണ്. അത് 1000% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൈക്രോ മാക്രോ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിരിക്കും. കാരണം നമ്മൾ ഒരു വർഷം ഫുള്ള് മൈക്രോ മാക്രോ എന്ന് പഠിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ഡിസ്റ്റിങ്ക്വിഷോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറെ വരാനുള്ള കുറച്ച്
ടോപ്പിക് അല്ലെങ്കിൽ കുറച്ച് സബ്ജക്റ്റ് മാറ്റേഴ്സ് തരും. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് മൈക്രോ സബ്ജക്റ്റ് മാറ്റർ ആണോ മാക്രോ ആണോ എന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യതയുള്ളത്. അടുത്ത റൈറ്റ് ഡൗൺ ദ 2 ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫീച്ചേഴ്സ് അതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് മോഡൽ എക്സാമിൽ വന്ന ഒരു ക്വസ്റ്റ്യനും മാറ്റി നിർത്താൻ പറ്റില്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പ്രൈസ് ടേക്കർ ആണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും. എന്താണ്? ബയേഴ്സിന് അവരുടേതായ അല്ലെങ്കിൽ ഒരു വില നിശ്ചയിക്കാൻ കഴിയില്ല. റീസൺ എന്തുകൊണ്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എന്തുകൊണ്ടാണ് അങ്ങനെ? അതിൻ്റെ റീസൺ പ്രൈസ് ടേക്കറാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഫേംസ്, അല്ലേ? പ്രൈസ് മേക്കർ അല്ല, പ്രൈസ് ടേക്കറാണ്. അവർക്ക് കൊടുക്കുന്ന വിലയാണ് അവർ നിശ്ചയിച്ചെടുക്കുന്നത്. അവർക്കായിട്ട് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല. അതുപോലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. അതുപോലെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് വരും. പിന്നെ പെർഫെക്റ്റ് നോളജ്, പെർഫെക്റ്റ് മൊബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. അടുത്താണ് പോയിന്റ് ഔട്ട് ദ 4 മേജർ സെക്ടേഴ്സ് ഇൻ ദ എക്കണോമി അക്കോർഡിംഗ് ടു ദ മാക്രോ എക്കണോമിക്. പോയിന്റ് ഓഫ് വ്യൂ 4 സെക്ടേഴ്സ് ഇതൊക്കെയാണ്: ഫേംസ്, ഹൗസ് ഹോൾഡ്സ്, പിന്നെ ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. ഇതൊക്കെയാണ് 4 ഫേംസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചെറിയ പോയിന്റ് ആയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ ചോദ്യം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറില്ല. എന്താണ് ഇതിനോട് ഇത്രയും പ്രത്യേകത എനിക്കറിയത്തില്ല. ഞാൻ കണ്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യമുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്. അറ്റ്ലീസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇല്ലെങ്കിലും കയറി ചോദിക്കും. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഡാഷ് ഗുഡ്സ് എന്താണിതെന്നും. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് എക്സാമ്പിൾ. നമുക്ക് എന്ത് വേണ്ടത്? ഇപ്പോൾ കോട്ടൺ മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡ്, അത് ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അടുത്ത റൈറ്റ് ഡൗൺ 2 എക്സാമ്പിൾസ് ഫോർ നോൺ ടാക്സ് റവന്യൂ. അത് നമുക്ക് നേരത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ടിക്ക് ദ കറക്റ്റ് ആൻസറിൽ വന്ന എന്താണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? പെനാൽറ്റി അല്ല, എന്താണ് ഗിഫ്റ്റ്, ഗ്രാൻഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോൺ ടാക്സ് റവന്യൂവിൽ വരും. അടുത്ത ഡിസ്കസ് ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്തുകൊണ്ടാണ് വരുന്നത്? അത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് കൊണ്ടാണ്. സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, പിന്നെ എന്താണ് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരുമല്ലേ? ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, വാട്ട് ടു പ്രൊഡ്യൂസ്. ഇതൊക്കെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി വരുന്നത്. ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ചോദിക്കുന്നു. നമ്മുടെ ഇക്വിലിബ്രിയവും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. ഇത് SS കർവ്, ഇത് DD കർവ്. ഇപ്പോൾ ഡിമാൻഡ് കർവ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. DD കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഇതാണ് ഡിമാൻഡ് കർവ്. അതിൻ്റെ ലോ ഓഫ് ഡിമാൻഡ് എന്താണ്, അതുപോലെ തന്നെ ലോ ഓഫ് സപ്ലൈ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്നുള്ള അറിഞ്ഞിരിക്കുക. പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 1000 ഞാൻ ഇട്ടപ്പോൾ ഒരു 0 കൂടി, കുഴപ്പമില്ല, 10,000 എന്ന് ഞാൻ പറഞ്ഞേക്കാം. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ, ഇത് വളരെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്താണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകമിങ് 2 സെക്ടർ മോഡൽ. നമ്മുടെ എന്താണ് റിയൽ ഫ്ലോ, മണി ഫ്ലോ തുടങ്ങിയ കാര്യങ്ങൾ. ഇവിടെ ഫേംസ് എന്നുള്ളതും ഇവിടെ ഹൗസ് ഹോൾഡ്, ഇവിടെ നിങ്ങോട്ട്, പിന്നെ ഇവിടെ നിങ്ങോട്ട്, ഇങ്ങനെ ഈ ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പോസ്റ്റ്. ഇതും പാടായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എക്സ് ആൻഡ് എന്ന വേർഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് എന്ന വേർഡിനാണ് സൂചിപ്പിക്കുന്നത്, പ്ലാൻഡ്. മറ്റേത് റിയലൈസ്ഡ്. എക്സ്പോസ്റ്റ് എന്ന് പറയുന്നത് റിയലൈസ്ഡ്, അതായത് ആക്ച്വൽ. എക്സ്പോസ്റ്റ് ആക്ച്വലും എക്സ് ആൻഡ് എന്ന് പറയുന്നത് പ്ലാൻഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എങ്ങനെയാണ്? SS കർവ് വരയ്ക്കുന്നു, DD കർവ് വരയ്ക്കുന്നു. ഇത് രണ്ടിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇക്വിലിബ്രിയം. ഇത് പ്രൈസ്, ഇത് ക്വാണ്ടിറ്റി. ഇതാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ്. കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് എവിടെയാണ്? എന്താണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്? അതായത് ഇൻഡിഫറൻസ് കർവ്, 3 ഇൻഡിഫറൻസ് കർവിൽ സെക്കൻഡ് വണ്ണിനെ ടച്ച് ചെയ്ത് വരുന്ന ഈ ഒരു പോയിന്റ്, വേർ ദ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജൻറ്റ് ടു ദ ഇൻഡിഫറൻസ് കർവ്, അതാണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ഓക്കെ, കൺസ്യൂമർ ഗെറ്റ്സ് ഫുൾ സാറ്റിസ്ഫാക്ഷൻ, മാക്സിമം അല്ല ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എവിടാണ്? അങ്ങനെയാണ്, അതാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 4 മാർക്കിൻ്റെ വേണ്ട എക്സ്പ്ലനേഷൻ വേണം. അടുത്തയാണ് ഈ MP IIP കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതെന്ന് വെച്ചാൽ നോക്കിക്കോ, ഇപ്പോൾ AP എന്ന് പറയുന്നത് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റായ TPനെ ഡിവൈഡ് ബൈ ലേബർ അല്ലെങ്കിൽ Q എന്നതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? AP കിട്ടും. MP എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതായത് ഈ 5ഉം ഈ 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ 0യും 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 5,
5ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 5, 10ഉം 40ഉം 30, 15 40 10, 15 57 7. അങ്ങനെയാണ് MP കണ്ടുപിടിക്കുന്നത്. അടുത്ത ഡിറ്റർമിനൻസ് ഓഫ് എ ഫേം സപ്ലൈ കർവ്. ഫേമിൻ്റെ സപ്ലൈ കർവിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് യൂണിറ്റ് ടാക്സ് ഉണ്ട്, ഇൻപുട്ട് പ്രൈസസ് ഉണ്ട്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഉണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താണ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് സംഭവിക്കുമ്പോൾ റൈറ്റ് വേർഡ് ഷിഫ്റ്റിംഗ് ആണ് സപ്ലൈ കർവിന് വരുന്നത്. ഇൻപുട്ട് പ്രൈസസിൻ്റെ ഇൻക്രീസ് വരുമ്പോൾ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ടാക്സ് കൂടുമ്പോഴും ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് ഫിൽ ഇൻ ദ കോമ്പോണൻസ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഇവിടെ റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിനെ റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് തിരിക്കുന്നു. റവന്യൂ ബഡ്ജറ്റിനെ പിന്നെ റവന്യൂ റെസിപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും, അപ്പുറത്ത് ക്യാപിറ്റൽ റെസിപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റവന്യൂ റെസിപ്റ്റിനെ ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും, റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പ്ലാൻ എന്നും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ എന്നും, അതുപോലെ ക്യാപിറ്റൽ ബഡ്ജറ്റിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും നോൺ പ്ലാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും. അപ്പോൾ ഈ എന്താണ് ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് A+ ഷുവറാക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡിഫൈൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, പോയിന്റ് ഔട്ട് ദ കോമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് കൺസംഷൻ വരും, അഗ്രിഗേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും, അതുപോലെ എക്സ്പെൻഡിച്ചർ വരും. അപ്പോൾ ഇതിൽ അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് 2 സെക്ടറിൽ വരുന്നത് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റുമാണ് മെയിനായിട്ട് വരുന്നത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്താണ്? അതായത് ടോട്ടൽ ഡിമാൻഡിൻ്റെ സമ്മാണ് വരുന്നത്. ടോട്ടൽ ഡിമാൻഡിൻ്റെ സമ്മാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സംഭവം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, 5 മാർക്ക്. ഇത് ചിലപ്പം ഭാഗ്യം കൂടാണ്. 8 മാർക്കിനെതിരെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് വർഷങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റാതെ നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, TFC, TVC, TC, AFC, AVC, ഇതിൻ്റെ കുറേ ഇക്വേഷൻസ് കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അതായത് TFC പ്ലസ് TVC ആണ് TC എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ TFCനെ ഔട്ട്പുട്ടായ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് AFC. അതായത് ടോട്ടൽ വാല്യൂ ആയ ഇതിനെയും അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ആവറേജ് കിട്ടും. ഓക്കെ, അതായത് TFCനെ നമ്മൾ TFCയെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? AFC കിട്ടും. അതുപോലെ TVCനെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് AVC കിട്ടും. ഓക്കെ, ഈ ഒരു ലോജിക് ഉണ്ട്. അതുപോലെ TFCയും TVCയും കൂടെ കൂട്ടുമ്പം നമുക്ക് TC എന്ന ഈ കോളം കിട്ടും. പിന്നെ SMC കോളം എന്ന് പറയുന്നത് ഈ ഒരു കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ 10 നമ്മൾ നേരത്തെ മാർജിനൽ പ്രൊഡക്റ്റ് ചെയ്തില്ലേ, അതുകൂടാണ്. 10 20 വരുമ്പോൾ 10, 20 25 വരുമ്പോൾ 5, 25 30 5, 15 30 കുറയ്ക്കുമ്പം 20, 16 50 കുറയ്ക്കുമ്പോൾ 10. അങ്ങനെയാണ് SMCയുടെ ഇത് പോകുന്നത്. പിന്നെ വരുമ്പോൾ എന്താണ്, ഔട്ട്പുട്ട് 0 ആയിരിക്കുന്ന സമയത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 0 ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ 3 കണ്ടീഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. A+ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫുൾ മാർക്ക് ഉറപ്പിച്ചോ. 3 കണ്ടീഷൻ ചോദിച്ചിരിക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ. ഓക്കെ, പ്രൈസ് ഈക്വൽ ടു MC, MC ഈസ് നോൺ ഡിക്രീസിങ്, P ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. ഇതൊക്കെയാണ് 3 കണ്ടീഷൻസ് വരുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ്റെ ഡയഗ്രാമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇതാണ് ഡയഗ്രാം വരുന്നത്. ഇവിടെ SMC, ഇവിടെ AVC, ഇവിടെ SVC, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഡയഗ്രാം ഒന്നും തെറ്റിക്കല്. ഇതാണ് ഷോർട്ട് റണ്ണിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ വരുന്നത്. പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാ വീണ്ടും വന്നിരിക്കുന്നു. എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും അതിൻ്റെ കേസസും കാര്യങ്ങളും 5 മാർക്കിനാണെങ്കിൽ അതുകൂട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ഓട്ടോണോമിയസ് ചേഞ്ച് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൺ ഇൻകം ആൻഡ് ഔട്ട്പുട്ട്? ഓട്ടോണോമിയസ് ചേഞ്ചിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡിൽ, ഇൻകത്തിനും ഔട്ട്പുട്ടിലും വരുന്ന എന്തൊക്കെയാണ്? ഫിക്സഡ് പ്രൈസിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് നമ്മുടെ ലെവൽ ഓഫ് ഇൻകത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓട്ടോണോമിയസ് കൺസംഷനും ഇൻവെസ്റ്റ്മെൻറ്റിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ MPCനെ ഡിറ്റർമൈൻ ചെയ്യുന്നു.
അടുത്ത മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ഡിഫറെൻറ്റ് കൺട്രീസ് ഹാവ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഡിറ്റർമൈനിങ് കറൻസീസ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ പലതരത്തിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ആ ഒരു എക്സ്ചേഞ്ച് ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 3 ടൈപ്പിലായിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഫോറിൻ അതിൽ നമ്മൾ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുന്നു, അതുപോലെ തന്നെ മിക്സഡ് അല്ലെങ്കിൽ മാനേജ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുന്നു, അതുപോലെ പെഗ്ഡ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് പഠിക്കുന്നു. ഇതിലെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഇവിടെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ഇനി വണ്ണെന്ന് പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. കാരണം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലായിട്ടും 2 ഫോഴ്സസ് ആണ്, നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസായ സപ്ലൈ കർവിനെയും ഡിമാൻഡ് കർവിനെയും ബേസ് ചെയ്താണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഇവിടെ ഡൊമസ്റ്റിക് കറൻസിയായ റുപ്പി അത് വരയ്ക്കേണ്ട രീതിയാണ്, ഇവിടെ ഫോറിൻ കറൻസിയായ ഡോളർ. ഇതിൻ്റെ ഈ ഒരു പോയിൻ്റാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആ 3 ഏതൊക്കെ മെത്തേഡ്സ് ആണെന്നും കൂടെ പറയണം, എന്നിട്ട് ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതാണ് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. അവിടെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ലൈനിൻ്റെ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഇക്വേഷൻ, ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ P1x1 + P2x2 = M. അതുപോലെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ചോദിക്കുന്നു. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കുക. സ്ലോപ്പ് എന്ന് പറയുന്നത് -P1/P2 ആണ്. ബണ്ടിൽസ് ഏതൊക്കെയാണെന്ന് എഴുതുക. അടുത്ത 3 ഐഡൻറ്റിറ്റീസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ ഒരു ക്വസ്റ്റ്യനും പഠിക്കാതെ 8 മാർക്കിൻ്റെ ചോദ്യം എന്നും പറഞ്ഞാൽ നമ്മൾ +1 2 ചോദ്യങ്ങളുണ്ടല്ലേ. +1 ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പോവർട്ടിയുടെ ചാപ്റ്ററിലെ ചോദ്യം അല്ലേ, അത് ഇമ്പോർട്ടൻ്റ്, അത് കാണും, അതായിരിക്കും നമ്മുടെ essay ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഉറപ്പിക്കാവുന്ന 2 ചോദ്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ അതിൻ്റെ മോണിറ്ററി പോളിസീസ് ആയിട്ടുള്ള CRR, SLR, സ്റ്റെബിലൈസേഷൻ ബൈ RBI, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, അതായത് ഔട്ട് റൈറ്റ്, റിപ്പോ റേറ്റ്, ഈ കാര്യങ്ങൾ വരുന്ന ഒരു ചോദ്യവും. അതുപോലെ തന്നെ GDP ഓഫ് എ കൺട്രി അല്ലെങ്കിൽ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം ഇൻകം ഡിറ്റർമിനേഷൻ അല്ല, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, മറ്റേത് ഇൻകം ഡിറ്റർമിനേഷനാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ വരുന്ന ചോദ്യമാണ് 3 ടൈപ്പ് മെത്തേഡ് ഉണ്ട്, അതായത് പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ്. ഈ 3 ടൈപ്പിൻ്റെ എക്സ്പ്ലനേഷൻ essay രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അതുപോലെ കറക്റ്റായിട്ട് ആ ചോദ്യവും കാര്യങ്ങളും 8 മാർക്കിന് എഴുതി കൃത്യസമയത്തിനുള്ളിൽ എഴുതാൻ പറ്റിയ നിങ്ങൾക്ക് 2 ചോദ്യത്തിനും കൂടെ, അതായത് റിസർവ് ബാങ്കിൻ്റെ ആ കാര്യം കൂടെ ചേർന്ന് വരുമ്പം 16 മാർക്ക് ഷുവറായിട്ടും ഉറപ്പിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നോക്കി വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയി, ടൈം 18 മിനിറ്റ്സ് ആയി. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാം. അത് കുറച്ച് 1 വേർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനകത്ത് ആൻസർ കീയോടെ ആണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. പക്ഷേ എന്തായാലും ഞാൻ ഇങ്ങനെ അറിയാതെ എക്സ്പ്ലെയിൻ ചെയ്തു പോകും. ആൻഡ് എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ നമ്മുടെ ആദം സ്മിത്തിൻ്റെ ബുക്കാണ്. അദ്ദേഹം തന്നെയാണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത്. സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ഗവൺമെൻറ്റാണ് എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സെൻട്രൽ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത് സെൻട്രൽ പ്ലാനിങ്ങിലൂടെയാണ്. എക്കണോമിക് ടേം ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്, മാർജിനൽ പ്രൊഡക്റ്റ് ആണ് MP. അടുത്ത എക്സിസ്റ്റിംഗ് പ്രൈസ് ഈസ് ഹയർ ദാൻ ദ ഇക്വിലിബ്രിയം പ്രൈസ്, മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഹയർ ദാൻ മാർക്കറ്റ് സപ്ലൈ. ഒരു നിലകൊള്ളുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഹയർ ആയിരിക്കും മാർക്കറ്റ് സപ്ലൈനേക്കാൾ. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ഇയർ 1 April to 31 March ആണ്. ദെൻ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എൻഷുർ, നോർമൽ പ്രോഫിറ്റ്, പ്രൈസ് മെക്കാനിസം ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മാർക്കറ്റ് എക്കണോമി, ചോയ്സ് ഓഫ് ടെക്നോളജി, ഹൗ ടു പ്രൊഡ്യൂസ് ആണ്. ഇഫ് ദ ഡിമാൻഡ് കർവ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോല, ഇലാസ്റ്റിസിറ്റി = 1 ആണ്. കാരണം യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയുടെ ടൈമിലാണ് 1 അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോല വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസ്റ്റ് വിൽ ബി 0 വെൻ പ്രൊഡക്ഷൻ ഈസ് സ്റ്റോപ്പ്ഡ്? വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും അല്ലേ. ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആവും, അവിടെ TVC 0 ആയിരിക്കും. പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷന് വരുന്നതാണ്. മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി ഡിമിനിഷ് ആവും, അതാണ് ഫോള്.
ദ റീസൺ ഫോർ ദ കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമ്മൾ ഈ അതിൻ്റെ ആ ഒരു ഇത് വരയ്ക്കാൻ ഓർത്തിരിക്കുക. 2-3 സ്റ്റേജ് വരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പം ടോട്ടൽ, ഇവിടെ ആവറേജ്, ഇവിടുന്ന് എം പി. സോ ഇതാണ് എം പി, ഇത് ടോട്ടൽ, ഇത് ആവറേജ് പ്രൊഡക്റ്റ്. സോ ഇത് നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇത് ഫോൾ ആകുന്ന ഒരു പ്രക്രിയയാണ് കാണുന്നത്. ഓക്കെ, അടുത്ത റീസൺ ഫോർ കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRS ആണ്. ഓക്കെ, കാരണം ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് MRS ആണെന്ന് അറിയാം അല്ലേ. അതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ്, എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്. വില കുറയുമ്പം ഡിമാൻഡ് കൂടുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് സപ്ലൈ കർവിനെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിലേക്ക് മാറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് പ്രൈസസിൻ്റെ വില കൂടുമ്പോൾ സപ്ലൈ കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇൻപുട്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഇൻ ദ ഇക്വേഷൻ P1 ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പ് P minus P1/P2 ആണ്. When MC equal to AC of a firm, then AC is minimum. AC കർവിൻ്റെ മിനിമം പോയിന്റിലൂടെയാണ് MC ACനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ MCയും AC ഈക്വൽ ആവുന്ന ടൈമിൽ, അതായത് AC കർവിൻ്റെ മിനിമം പോയിന്റിലൂടെയാണ് MC കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ MC ഈക്വൽ ടു AC ആണ്. അതേ സെയിം പോയിന്റ് തന്നെയാണ് മിനിമം പോയിന്റ് ഓഫ് AC എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റും പ്രോഫിറ്റ് ആണ്. ഗുഡ്സ് വിച്ച് ആർ കൺസ്യൂമർ ടുഗദർ, കോംപ്ലിമെൻ്ററി ഗുഡ്സ്. മിനിമം വേജ് ലെജിസ്ലേഷൻ, പ്രൈസ് ഫ്ലോർ ആണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുന്നത്. വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി, യൂട്ടിലിറ്റി ആണ്. യു ഷേപ്പ് ഓഫ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. അതിൻ്റെ ആ ഒരു ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. ഇവിടെ IRS, CRS ആൻഡ് DRS. ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ് ഓഫ് എ ഫേം എന്ന് പറയുന്നത് പ്രൈസ് ഈക്വൽ ടു ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. P എന്ന് പറയുന്നത് AVCക്ക് ഈക്വൽ ആകുമ്പോഴാണ് ഷോർട്ട് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് ആവുന്നത്. പിന്നെ ഫോർ ഹോം ടു പ്രൊഡ്യൂസ് ഇസ് ദ പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. Then a perfect competitive market, free entry and exit is equal to minimum AC. Next, when output is 0, total variable cost will be 0. Output per unit of variable input is average product. Then TFCയും TVCയും കൂട്ടുമ്പോൾ TC വരുന്നു. 2 features of market economy, price mechanism, private individual ownership ആണ്. എക്കണോമിക് ടേം കാര്യങ്ങൾ. The curve representing the inverse relationship between price of a commodity and the quantity demanded. അത് ഡിമാൻഡ് കർവാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കുക. വൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി ഓഫ് എ കമ്മോഡിറ്റി, യൂട്ടിലിറ്റി ആണ്. ഹൗ ഡസ് ആൻ ഇൻക്രീസ് ഇൻ ആൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇൻഫ്ലുവൻസ് എ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ ദ ഫോളോയിങ് ഗുഡ്സ്. അപ്പോൾ അത് നോർമൽ ഗുഡ്സിൻ്റെ എന്താണ് ഡിമാൻഡ് കൂടുമല്ലേ. ഒരാളുടെ വരുമാനം കൂടുമ്പം അയാൾ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. അതാണ് നോർമൽ ഗുഡ്സിൻ്റെ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്. എന്നാൽ ക്വാളിറ്റി ഇല്ലാത്ത, അതായത് ഇൻഫീരിയർ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ആ ഒരു ഡിമാൻഡ് അവിടെ കുറയുകയാണ് ഒരാളുടെ വരുമാനം കൂടുമ്പം. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്കറിയാമല്ലേ. അത് അതുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് ഷോർട്ട് റൺ. എന്താണ് ഷോർട്ട് റൺ? ആ കാര്യങ്ങൾ. പിന്നെ എന്താണ് ലിസ്റ്റ് any 2 situation where the supply curve of a firm shifts to റൈറ്റിലേക്ക് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് ടെക്നോളജി ഇമ്പ്രൂവ് ആകുമ്പോഴും അതുപോലെ തന്നെ ഇൻപുട്ട് പ്രൈസസിൻ്റെ വില കുറയുന്ന ടൈമിലാണ് റൈറ്റിലേക്ക്, കൂടുന്ന ടൈമിൽ ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, എക്സസ് ഡിമാൻഡ് എന്താണ്, എക്സസ് സപ്ലൈ എന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് ഹൈ ആവുന്ന സമയത്ത് എക്സസ് ഡിമാൻഡ്, മാർക്കറ്റ് സപ്ലൈ ഹൈ ആവുന്ന ടൈമിൽ എക്സസ് സപ്ലൈ ആണ്. Then list the factors of production. അതിൻ്റെ റെമുനറേഷൻ. ലാൻഡിന് റെമുനറേഷൻ വരുന്നത് റെൻറ്റ്, ലേബർ ആവുമ്പോൾ വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ്? എക്സാമ്പിൾ. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ്? അതിന് എക്സാമ്പിൾ. ഓക്കെ,
കാറ്, ജീപ്പ്, കോഫി, ടീ, സബ്സ്റ്റിറ്റ്യൂട്ട്. കോംപ്ലിമെൻ്ററി പെൻ ആൻഡ് ഇങ്ക്, ലോക്ക് ആൻഡ് കീ, ഷൂ ആൻഡ് സോക്സ്. അടുത്ത വാട്ട് ഡു യു മീൻ ബൈ മാർക്കറ്റ് ഇക്വിലിബ്രിയം? മാർക്കറ്റ് ഡിമാൻഡ് വിൽ ബി ഈക്വൽ ടു മാർക്കറ്റ് സപ്ലൈ. ഇതിന് ഇക്വേഷൻ തന്ന് ചെയ്യുന്നത് ഈ മോഡൽ ക്വസ്റ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ തരും. അതായത് ഇപ്പോൾ QD എന്ന് പറയുന്നത് 50 - 2P ആണ്. QS എന്ന് പറയുന്നത് 10 + 2P ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുക എന്ന രീതി ചെയ്യാൻ ചോദ്യം ചോദിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അതായത് QD = QS എന്ന രീതി അങ്ങ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ 50 - 2P എന്ന് പറയുന്നത് 10 + 2P എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ 50നെ -10 എന്ന് കൊടുക്കുക. ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം ഇതിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പം 2P + 2P 50 - 10 40 ആകും. = 2P + 2P 4P. ഇപ്പം 40 / 4 എന്ന് പറയുന്നത് Pക്ക് തുല്യം. അപ്പം 40 / 4 10. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 10 ആവും. ഇനി ഈ കിട്ടിയ പ്രൈസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ ഏതൊരു ഇക്വേഷൻ 50 - 2P എന്ന ഇക്വേഷനിലോട്ട് ഇടുവാണെങ്കിൽ 2 എന്ന് പറയുന്നത് 50 - 2P അല്ലേ, 2 × 10 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? 50 - 20 30 ആയിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. സോ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കിട്ടി, നേരത്തെ ഇക്വിലിബ്രിയം പ്രൈസും കിട്ടി. അങ്ങനെയാണ് ആ ചോദ്യം ചെയ്യേണ്ടത്. വളരെ അതും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP. APയും MPയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? അപ്പോൾ നമ്മൾ ആ ഒരു ഫിഗർ നമുക്ക് അറിഞ്ഞിരിക്കുക. അപ്പോഴാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, AP ഇൻക്രീസ് ആകുമ്പോൾ APനേക്കാൾ കൂടുതലാണ്. AP മാക്സിമത്തിൽ എത്തുമ്പം APയും MPയും ഈക്വൽ ആവുന്നു. AP ഡിക്രീസ് ആവുന്ന സമയത്ത് APനേക്കാൾ ലെസ് ദാൻ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് ആ ലോ? അതായത് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഈസ് കൺസ്യൂമഡ്, then the marginal utility of the additional units gained will increase only up to a certain point and later it will diminish. അതാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അത് കഴിഞ്ഞ് ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്? ദ സിറ്റുവേഷൻ ഇൻ വിച്ച് എ ഫേം സ്റ്റോപ്സ് പ്രൊഡക്ഷൻ ലീവ്സ് ദ മാർക്കറ്റ് ഈസ് കോൾഡ് ഷട്ട് ഡൗൺ പോയിന്റ്. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് AVCയുടെ മിനിമം പോയിന്റ് ആയിട്ട് വരും. എന്നാൽ ഷോർട്ട് റണ്ണിലാണ്. ലോങ് റണ്ണിൽ LRACയുടെ മിനിമം പോയിന്റ് ആയിരിക്കും ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, അടുത്തത് appropriate equation. Variable cost per unit of output produced. The average variable cost. Relationship between input and output. Production function. നെക്സ്റ്റ് എന്താണ്? അവിടെ ഒരു ചോദ്യമാണ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കാനുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി അതായത് ED എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണ്. അല്ലാതെ ഒരു ഇക്വേഷൻ പറയുന്നത് ഡെൽറ്റ Q ബൈ ഡെൽറ്റ P ഇൻറ്റു P0 ബൈ Q0 ആണ് ഇക്വേഷൻ. സെയിം ക്വാണ്ടിറ്റി ഡിമാൻഡിനായാലും ക്വാണ്ടിറ്റി സപ്ലൈഡിനായാലും ഈ സെയിം ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. അതുപോലെ എക്സ്പ്ലെയിൻ 3 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കോൺവെക്സ് ഷേപ്പാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും അല്ലേ, കോൺവെക്സ് ഷേപ്പാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. They never intersect each other. Higher indifference curve gives higher utility and lower gives less utility. ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1000% ഷുവർ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തതാണ് 3 കണ്ടീഷൻ. വീണ്ടും വന്നല്ലോ. 3 കണ്ടീഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. മാർക്കറ്റ് പ്രൈസ് ഷുഡ് ബി ഈക്വൽ ടു ദ MC. P എന്ന് പറയുന്നത് MCക്ക് ഈക്വൽ ആയിരിക്കണം. MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്, അല്ലെങ്കിൽ MC കർവ് MR കർവിനെ കട്ട് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ നല്ലത്. അടുത്തത് പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC. ഷോർട്ട് റണ്ണിൽ പ്രൈസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോങ് റൺ ആവറേജ് കോസ്റ്റ് LRAC. ടോട്ടൽ റവന്യൂ എന്താണ്? The amount of money a production unit gets by selling all its output is called a total revenue.
അടുത്ത 2 ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ റവന്യൂ കർവ് എന്താണ്? വെൻ ഔട്ട്പുട്ട് 0 ആകുമ്പം TR 0 ആകുന്നു. TR കർവ് പോയിന്റ് ഓഫ് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നു. ഔട്ട്പുട്ട് ഇൻക്രീസ് ആകുമ്പോൾ TR ഇൻക്രീസ് ആവുന്നു. TR കർവ് ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. എങ്ങനെയാണ് TR കർവ് ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കും അല്ലേ? ഇങ്ങനെ TR കർവ് ഇരിക്കും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? വീണ്ടും ഒരു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അതാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. TR AR MR ഇത് വെച്ച് കണ്ടുപിടിക്കാൻ പറയുന്നു. ഐഡൻറ്റിഫൈ ദ മാർക്കറ്റ് സ്ട്രക്ചർ ഫ്രം ദ എബോവ് ടേബിൾ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അതിൻ്റെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആൻസർ നോക്കുക, ഫുൾ സെയിം ആണല്ലേ. അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉത്തരം വരാൻ കാരണം. നെക്സ്റ്റ് 3 ലോസ് ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. IRS, CRS, DRS. ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ്, ഡിമിനിഷിങ്. സപ്ലൈ കർവ് ഓഫ് എ ഫേമിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിമാൻഡ് കർവിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ 3 ഫീച്ചേഴ്സ് ഓഫ് എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. ലാർജ് നമ്പേഴ്സ് ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്. ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷന് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ ചോദിക്കും. അതിൻ്റെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ M/P2, ഹൊറിസോണ്ടൽ M/P1, സ്ലോപ്പ് -P1/P2. അതിൻ്റെ ഇക്വേഷൻ P1x1 + P2x2 = M. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യം. അപ്പോൾ ഇപ്പോൾ ടൈം എത്രയായി? നമ്മൾ ഇത്ര ടൈം എടുത്തു, ഇത്ര ടൈം ആയി. ഇപ്പോൾ ½ ആൻ അവറായി. സോ ഇത്രയാണ്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ തന്നെയാണ് എന്താണ് വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ. പിന്നെ ഒരു നമ്പർ എന്തായാലും നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ പോകാം. ടൈം നോക്കട്ടെ, മാക്സിമം പെട്ടെന്ന് തീർക്കാൻ നോക്കാം. സോ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി, JM കീൻസിൻ്റെ ബുക്കാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റഡ് മാർക്കറ്റ് പ്രൈസും ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പം നമ്മൾ GDPയിൽ നിന്നും ഡിപ്രീസിയേഷനായി D കുറയ്ക്കുമ്പം NDP കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ GNPയിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ NNP കിട്ടും. ഏതിൻ്റെ ഒരു ഗ്രോസ് വാല്യൂയിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ അതിൻ്റെ നെറ്റ് വാല്യൂ കിട്ടും. An economic state where financial transactions are done through the transfer of digital information, അതായത് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് വേരിയബിൾ ഹാഡ് ഇൻക്രീസ് ഡ്യൂറിങ് ദ ഗ്രേറ്റ് ഡിപ്രഷൻ. അത് ജസ്റ്റ് ഒരു ടിക്ക് ദ കറക്റ്റ് ആൻസർ ചെയ്യുന്ന ആൻസർ മാത്രം ചൂസ് ചെയ്ത് തന്നിരിക്കുന്നതുകൊണ്ടാണ് വിച്ച് അമംഗ് ദ ഫോളോയിങ് എന്ന് വന്നിരിക്കുന്നത്. ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 ക്വസ്റ്റ്യൻ കണ്ടത് കാര്യമായി. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ ആ ഒരു എമർജൻസ്, അതുപോലെ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929, സാമ്പത്തിക മാന്ദ്യം 1929-30 കാലഘട്ടത്തിലെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം തന്നെയാണ്. അത് നമുക്ക് 1000% ഷുവർ പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ എപ്പോഴും =1 ആണ്. പോസിറ്റീവ് കൺസംഷൻ അറ്റ് 0 ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഓട്ടോണോമിയസ് കൺസംഷനെയാണ്. The goods and services which are purchased and used by its ultimate consumers are known as consumer goods. Apex Monetary Institution, Reserve Bank of India. Annual functional statement of government എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ്. കൺസംഷൻ ഫംഗ്ഷൻ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം. എത്ര കൺസ്യൂം ചെയ്യുന്നു, എത്ര ഇൻകം കിട്ടുന്നു, അത് തമ്മിലുള്ള ഒരു റിലേഷനാണ് കൺസംഷൻ ഫംഗ്ഷൻ. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ സ്ഥിരം ചോദിച്ച് കാണാറുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തതാണ് മാർക്കറ്റ് ഇൻ വിച്ച് നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ്. അത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ക്യാപിറ്റൽ റെസീപ്റ്റ് ഓർമ്മ വരാനുള്ള റീസൺ എന്താ എനിക്കറിയത്തില്ല. ക്യാപിറ്റൽ റെസീപ്റ്റിന് സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ അറിയാതെ പോകല്ല. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റും രണ്ടാമത്തത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ബോൺസ്. ഓക്കെ, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ബോൺസും സെക്യൂരിറ്റീസും കാര്യങ്ങളും ഇല്ലേ, അതാണ് രണ്ട് സോഴ്സസ് പറയുന്നത്. ഓക്കെ, എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ്സ് ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓട്ടോണോമിയസ് കൺസംഷൻ വെൻ ഇൻകം ഈസ് 0 വിൽ ബി പോസിറ്റീവ്. ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ഡിഫ്ലേറ്റർ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ചോദ്യവും സാധാരണ കാണാറുണ്ട്. ഓക്കെ,
A good that is non-rival and non-excludable is known as public good. Then the value of marginal propensity to consume, MPC, lies between 0 and 1. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ് MPC, മറ്റേത് MPS ഉണ്ട്. അതുപോലെ MPCയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളൊരു മൾട്ടിപ്ലയറിൻ്റെ ഒക്കെ ചോദ്യമുണ്ട്. 1/1 - C+M ഉണ്ട്. അതുപോലെ MPC വെച്ച് കണ്ടുപിടിക്കുന്ന കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. The institution that regulates the money supply in India, RBI. If export of goods is more than imports of goods, then surplus ആണ് ബാലൻസ് ഓഫ് ട്രേഡ്. മാക്രോ എക്കണോമിക്സിനെ ഇൻകം തിയറി എന്നും അറിയപ്പെടും, അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നും അറിയപ്പെടും, മൈക്രോ എക്കണോമിക്സിനെ പ്രൈസ് തിയറി എന്നും അറിയപ്പെടും. ഫിനാൻഷ്യൽ ഇയർ 1 April to 31 March ആണ്. C=C+CY എന്ന് പറയുന്നതിൽ C എന്ന് പറയുന്നത്, ക്യാപിറ്റൽ C എന്ന് പറയുന്നത് ഓട്ടോണോമിയസ് കൺസംഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, BOPയും BOTയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ് ഒരു ചോദ്യം. BOT എന്ന് പറയുന്നത് വിസിബിൾ കൺട്രിയുടെ ഒരു രാജ്യത്തിൻ്റെ വിസിബിൾ ഇമ്പോർട്ട്സിനെയും വിസിബിൾ എക്സ്പോർട്ട്സും തമ്മിലുള്ള ഡിഫറൻസിനാണ് BOT, ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ കൺട്രീസ് വിസിബിൾ ഇമ്പോർട്ട്സ് ആൻഡ് വിസിബിൾ എക്സ്പോർട്ട്സ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. എന്നാൽ BOP എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് എക്കണോമിക് ട്രാൻസാക്ഷൻ ഓഫ് ദ റെസിഡൻസ് ഓഫ് എ കൺട്രി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഒരു രാജ്യത്തിൻ്റെ അവിടെ താമസിക്കുന്ന വ്യക്തികൾ, റെസിഡൻസ്, അവരുടെ എക്കണോമിക് ട്രാൻസാക്ഷൻ അത് വിസിബിളും ആകാം, ഇൻവിസിബിൾ ട്രാൻസാക്ഷൻസും ആകാം. ഓക്കെ, അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡിഫറൻഷിയേറ്റ് പറയുമ്പം നമുക്ക് അങ്ങനെ ഒരു ഇതാണ് ഇവിടെ ആൻസർ ഉണ്ട്. അതായത് BOTയിൽ വിസിബിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ, BOPയിൽ വിസിബിളും ഇൻവിസിബിളും വരും. BOT എക്സ്ക്ലൂഡ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്, എന്നാൽ BOPയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻക്ലൂഡ് ചെയ്യും. കാരണം BOPയിൽ ക്യാപിറ്റലും ഉണ്ട്, കറണ്ട് അക്കൗണ്ട്സും വരും. BOT ഒരു നാരോ കൺസെപ്റ്റാണ്, എന്നാൽ BOP ബ്രോഡർ കൺസെപ്റ്റാണ്. BOTയിൽ സർപ്ലസ് വരാം, ഡെഫിസിറ്റ് വരാം, ബാലൻസ്ഡ് വരാം. BOP എപ്പോഴും ബാലൻസായി തന്നെ നിൽക്കും. Distinguish between marginal propensity to consume and marginal propensity to save. MPCയും MPSും തമ്മിലുള്ള വ്യത്യാസമാണ്. MPC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കൺസംഷൻ ഓർ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. അതായത് ΔC/ΔY. ഓക്കെ, അതാണ് MPC എന്ന് പറയുന്നത്. മറ്റേത് MPS എന്ന് പറയുന്നത് ΔS/ΔY ആണ്. ഓക്കെ, the ratio of change in saving to change in income ആണ്. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താണ്? ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഗുഡ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ് ആർ നോൺ ആസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. കോട്ടൺ ത്രെഡ്, സിമെന്റ്, സാൻഡ്, ബ്രിസ്ക്. ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ ഓഫ് ആൻ എക്കണോമി ഈസ് 25%, ഫൈൻഡ് ദ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ. എങ്ങനെയാണ്? CRR തന്നിട്ടുണ്ട്, മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1/0.25 = 4 ആണ്. പെർസെൻറ്റേജ് തന്നിരിക്കുന്നതുകൊണ്ടാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് 0.25 എന്ന രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ് ഡൗൺ 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗവൺമെൻറ് ബഡ്ജറ്റ്. ഗവൺമെൻറ് ബഡ്ജറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അലോക്കേഷൻ ഫംഗ്ഷൻ വരും, എല്ലാ പബ്ലിക് ഗുഡ്സ്, റോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. റീഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അത് ഗവൺമെൻറ് ഇൻകം വെൽത്ത് ഇൻഇക്വാളിറ്റീസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ടാക്സ് കൂടുതൽ, കുറേ പൈസ ഇൻകം ആയിട്ട് മേടിക്കുന്ന ആളുടെ നിന്ന് കൂടുതൽ ടാക്സും കുറച്ച് വാങ്ങുന്നവരുടെ നിന്ന് കുറവ് ടാക്സും മേടിക്കുമ്പം അവിടെ ഇൻഇക്വാളിറ്റി കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ, അതായത് എക്കണോമിക്കൽ ഫ്ലക്ച്വേഷൻ, ഇൻഫ്ലേഷൻ ഡീഫ്ലേഷൻ ടൈമിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കും ഗവൺമെൻറ് ബഡ്ജറ്റ്. അടുത്തയാണ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഫേംസ്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, എക്സ്റ്റേണൽ സെക്ടർ. 2 സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ റെസിപ്റ്റ് വരുന്നു, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ ആൻഡ് റിക്കവറീസ്, ബോറോയിങ്സ്. അടുത്ത 2 മെത്തേഡ്സ് ഓഫ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് സിസ്റ്റം വരുന്നു, ഓൺലൈൻ പേയ്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഡിഫൈൻ ലിക്വിഡിറ്റി ട്രാപ്പ്. Liquidity trap എന്താണ്? It is a situation in which speculative demand for money is perfectly elastic where the rate of interest reaches the lowest level. ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത് ഈ പൈസ കയ്യിൽ വെച്ചിട്ട് അതൊരു ചേഞ്ചസ്, അതായത് എന്താണ്, ഉപയോഗിക്കാനുള്ളൊരു ചാൻസ് വരുന്നില്ല. അതാണ് ലിക്വിഡിറ്റി ട്രാപ്പ്. അതായത് പൈസ നമ്മൾ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ആ സമയത്ത്
നമ്മുടെ പൈസ എക്കണോമിയിലേക്ക് ഇറക്കുമ്പോഴാണ് പൈസയുടെ ക്രയവിക്രയം നടക്കുന്നത്. എന്നാൽ കയ്യിൽ തന്നെ പൈസ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറവാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സ്പെക്കുലേറ്റീവ്, പൈസയ്ക്ക് പ്രിക്കോഷണറി ഉണ്ട്, സ്പെക്കുലേറ്റീവ് ഉണ്ട്, ട്രാൻസാക്റ്റീവ് മോട്ടീവ്സ് ഉണ്ട് അല്ലേ. ട്രാൻസാക്ഷൻ നമ്മൾ ക്രയവിക്രയം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. പ്രിക്കോഷണറി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ വേണ്ടി യൂസ് ചെയ്യുന്നു. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇടുന്നയോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ FD ഒക്കെ ഇട്ടേക്കുന്ന പൈസ കൊണ്ട് ആക്ച്വലി ഒരു ഇത് വരുന്നില്ല, ഒരു പൈസയ്ക്ക് ഒരു ജീവൻ വരുന്നില്ല. ഓക്കെ, നമ്മൾ കുറച്ച് പൈസ കൊണ്ട് ഒരു ഗവൺമെൻറ് എംപ്ലോയിയുടെ കൊടുക്കുകയാണെങ്കിൽ ആൾ ഫിക്സഡ് FD ഇടും. എന്നാൽ ഒരു ബിസിനസ്സുകാരൻ്റെ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ എക്കണോമിയിലിട്ട് കറക്കി അവിടെ ഒരു എന്താ പറയുക, ഒരു കുറേ ലാഭം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ പോയാലും സംഭവിക്കും, നടക്കും. അതാണ് ആ ഒരു പൈസയുടെ ട്രാൻസാക്ഷൻ അവിടെ നടക്കും, അല്ലെങ്കിൽ ആ ഒരു എന്താണ് സർക്കുലേഷൻ നടക്കും. എന്നാൽ ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ സമയത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതായത് അവിടെ ഒരു ഇലാസ്റ്റിക്കിൻ്റെ നമുക്കറിയാമല്ലോ, ഇലാസ്റ്റിക്കിൻ്റെ ടൈമിൽ എങ്ങനെയാണ്, ഇങ്ങനെ ഇരിക്കും അല്ലേ, കൂടിയാൽ കൂടി കുറഞ്ഞാൽ കുറഞ്ഞ. അപ്പോൾ അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോവസ്റ്റ് ലെവലിലായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സേവിങ്സ് ഒക്കെ ഇടുന്ന സമയത്ത്. ഓക്കെ, റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് എക്കണോമിക് ടേം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കൺസംപ്ഷൻ ആസ് ഇൻകം ചേഞ്ചസ്, MPC, സേവിങ്സും ഇൻകം ചേഞ്ചസും MPS. If all the people of an economy increases the proportion of income they save, total value of savings in the economy will not increase. ഇത് പാരഡോക്സ് ഓഫ് thrift ആണ്. ഓക്കെ, അടുത്തയാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്ലാൻഡ് അക്യുമുലേഷൻ ആൻഡ് പ്ലാൻഡ്. ഒരു പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റിന് വേറൊരെണ്ണം പറയുകയാണെങ്കിൽ ഹൈ സേവിങ് എമംഗ് പീപ്പിൾ എൻഡ്സ് അപ്പ് വിത്ത് ലോവർ സേവിങ് ഓർ സെയിം ആസ് ബിഫോർ. ഭയങ്കരമായിട്ട് ആൾക്കാർ സേവ് ചെയ്യുന്ന ഒരു ടൈമിൽ അതൊന്ന് മാറുകയാണ്, അത് കുറയുകയാണ്. അത് ഒന്നുകിൽ ആൾക്കാർ സേവിങ് കുറയ്ക്കും, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കൂട്ടിയ ആ ഒരു സേവിങ് തിരിച്ച് പഴയ രീതിയിലേക്ക് കൊണ്ടുവരും. ടോട്ടൽ സേവിങ്സ് എമംഗ് പീപ്പിൾ വിൽ നോട്ട് ഇൻക്രീസ് ഓർ ഇറ്റ് വിൽ ഡിക്രീസ്. അതാണ് പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്ന് പറയുന്നത്. പ്ലാൻഡ് അക്യുമുലേഷൻ, പ്ലാൻഡ് ഡീക്യുമുലേഷനും എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൻ്റെ സ്റ്റോക്കിൽ വരുന്ന ഡെലിബറേറ്റ് ആയിട്ടുള്ള ഇൻക്രീസിനാണ് പ്ലാൻഡ് അക്യുമുലേഷൻ. ഡിക്യുമുലേഷൻ എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിക്രീസിനാണ് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഫ്ലോ വേരിയബിൾ. സ്റ്റോക്ക് എന്ന് പറയുന്നത് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റോക്ക്. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് നോ ടൈം ലിമിറ്റ്. ഫ്ലോ ഈസ് എ വേരിയബിൾ ദാറ്റ് ഈസ് മെഷർഡ് ഇൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് കോൾഡ് എ ഫ്ലോ. ഇറ്റ് ഈസ് ദ ഡൈനാമിക് കോൺസെപ്റ്റ്. ഇറ്റ് ഹാസ് ടൈം ലിമിറ്റ്. List the two components of aggregate demand, consumption demand and investment demand. Point out two reasons for demand for foreign exchange: to buy foreign goods and services, അതുപോലെ to send gifts to foreign country and to invest in financial assets of a foreign country. Mention two motives behind demand for money. ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഉണ്ട്, അതുപോലെ തന്നെ പ്രിക്വേഷണറി ഡിമാൻഡ് ഫോർ മണി വരും. ഗ്രേറ്റ് ഡിപ്രഷൻ അല്ലെങ്കിൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, ഞാൻ ഇതിനിപ്പോൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറഞ്ഞു അല്ലേ. യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്തത്. ഫാക്ടറീസ് എല്ലാം ഐഡിലായി കിടന്നു, പ്രൊഡക്ഷൻ ഫെൽ ഡൗൺ ചെയ്തു. USA ഭയങ്കരമായിട്ട് ക്ഷാമവും ഡിമാൻഡും എല്ലാം കുറയുന്നു. അപ്പോഴാണ് എന്ത് പ്രൂവ് ചെയ്യുന്നത്, ക്ലാസിക്കൽ നോഷൻ പ്രൂവ് ആണെന്നുള്ള തെറ്റാണെന്നുള്ള റോങ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അതുപോലെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ദ എക്കണോമി എന്ന് പറയുന്നത് തെറ്റാണ്. ആ സമയത്താണ് നമ്മുടെ JM കീൻസിൻ്റെ ബുക്കിൻ്റെ പേര് പറയുക, ഗ്രേറ്റ് വർക്ക് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇയർ 1936 ആണ്. അത് ഒരു വലിയൊരു റെമഡിയും അതുപോലെ തന്നെ സൊല്യൂഷനും എക്സ്പ്ലനേഷനും എല്ലാം തന്നുകൊണ്ടാണ് വന്നത്. അതൊരു വലിയ പോപ്പുലർ വർക്കാണ്. അങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ഗുഡ്സ് ഇൻ ടു കൺസ്യൂമർ ആൻഡ് ക്യാപിറ്റൽ. ഷുഗർ അതുപോലെ വെജിറ്റബിൾസ്, ക്ലോത്തിങ് കൺസ്യൂമറാണ്. ടൂൾസ്, മെഷീൻ, ഫാക്ടറി, ബിൽഡിങ് ക്യാപിറ്റലാണ്. കൺസംഷൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കുക. A/1 - C ആണ്. ഓട്ടോണോമിയസ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കൺസംഷൻ എത്ര ഉണ്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ഉണ്ടോ അത് ടോട്ടലാണ് ഓട്ടോണോമിയസ് എക്സ്പെൻഡിച്ചർ. അതിനെ ഡിവൈഡ് ബൈ 1 - C ആണ് നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. അടുത്ത 3 ഫങ്ഷൻസ് ഓഫ് മണി എന്തൊക്കെയാണ്? പ്രൈമറി ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിജൻസി ഫങ്ഷൻസ് ഉണ്ട്, കണ്ടിജൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറി സ്റ്റോർ ഓഫ് വാല്യൂ, സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ.
കണ്ടിജൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബേസിസ് ഓഫ് ക്രെഡിറ്റ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ഗ്യാരണ്ടിയർ, ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെയാണ്. വാട്ട് ഈസ് പബ്ലിക് ഗുഡ്സ്, ഫങ്ഷൻസ് ഓഫ് മണിയും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ റോൾ ഓഫ് RBI അതിലും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. പബ്ലിക് ഗുഡ്സ് എന്താണ്? സ്റ്റേറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഗുഡ്സ്. പബ്ലിക് ഗുഡ്സ് ആർ നോൺ എക്സ്ക്ലൂഡബിൾ, ഫ്രീ റൈഡർ പ്രോബ്ലം ആണ്. ഗുഡ്സ് ആർ നോൺ റൈവൽറി, ഫ്രീ സർവീസസ് ലൈക്ക് നാഷണൽ ഡിഫൻസ്, പോലീസ്, ജുഡീഷ്യൽ എക്സെട്ര ആർ നോൺ ആസ് പബ്ലിക് ഗുഡ്സ്. നെക്സ്റ്റ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP. എന്താണ് റിയൽ GDP, നോമിനൽ GDP? റിയൽ GDP എന്ന് പറയുന്നത് പ്രസൻറ്റ് ഇയറിലാണ്, നോമിനൽ കറണ്ടാണ്. കാൽക്കുലേറ്റ് GDP റിഫ്ലക്റ്റർ. GDP കാൽക്കുലേറ്റർ ഓൺ ദ ബേസിസ് ഓഫ് കറണ്ട് പ്രൈസ് ആണ്. കറണ്ട് ഇയറിലാണ് നോമിനൽ GDP പറയുന്നത്. ബേസ് ഇയർ ആണ് റിയൽ GDP. GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുമ്പോൾ നോമിനൽ GDP ബൈ റിയൽ GDP, അതായത് കറണ്ട് ഇയർ ആ വർഷത്തത് ഡിവൈഡ് ബൈ ബേസ് ആയിട്ട് എടുത്തേക്കുന്നത്. അങ്ങനെയാണ് GDP ഡിഫ്ലേറ്റർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്തേക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പെർസെൻറ്റേജിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഇവിടെ. ഓക്കെ, വാട്ട് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഇൻ ഓട്ടോണോമിയസ് എക്സ്പെൻഡിച്ചർ. കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം ഇൻകം വെൻ MPC ഇത്രയാണ്. ഓട്ടോണോമിയസ് കൺസപ്ഷൻ നേരിട്ട് തന്നേക്കാണ്. നേരത്തെ Cയും Iയും ആയിട്ട് തന്നേക്കുമ്പോൾ നമ്മൾ ഓട്ടോണോമിയസ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കുകയായിരുന്നു. ഇവിടെ 3000 ഡയറക്റ്റ് തന്നേക്കുന്നു. സോ ആ A ഡിവൈഡ് ബൈ 1 - C എന്ന ഇക്വേഷൻ വെച്ച് ഇവിടെ ചെയ്യുന്നു. 3000 ഡിവൈഡ് ബൈ 1 - ഇവിടെ C തന്നേക്കുന്നു 0.5 ആണ്. സോ 0.5 വെച്ച് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 6000 എന്ന ആൻസർ കിട്ടുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എല്ലാ പാർട്ടും നമ്മൾ ടച്ച് ചെയ്തു. പിന്നെ ആണെങ്കിൽ പറയുമ്പോൾ PPC കർവ് ഉണ്ട്. ബഡ്ജറ്റ് ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അതുപോലെ സെൻട്രലി പ്ലാൻഡ് എക്കണോമി, മാർക്കറ്റ് എക്കണോമി, മിക്സഡ് എക്കണോമി. ഇതിൽ സെൻട്രൽ പ്ലാൻഡ് എക്കണോമിയും അതുപോലെ മിക്സഡ് എക്കണോമിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇത് മൂന്നിൽ ഏതെങ്കിലും രണ്ടെണ്ണം തമ്മിലുള്ള കമ്പാരിസൺ. പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്. അതുപോലെ എന്താണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ദെൻ നെക്സ്റ്റ് ചോദ്യം വരുവാണെങ്കിൽ ഇൻകം, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അതുപോലെ MPC, MPS. നെക്സ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റോള്, കാര്യങ്ങൾ, ഫങ്ഷൻസ് ഓഫ് മണി. അടുത്ത ചോദ്യം വരുവാണെങ്കിൽ എന്താണ് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും കാര്യങ്ങളും എല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോയി. നിങ്ങൾ ഇനി എല്ലാം ഒന്ന് പഠിക്കുക, കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടൊന്ന് പഠിച്ചാൽ മതി. ഫുൾ മാർക്ക് ഉറപ്പിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്കണോമിക്സ് എക്സാമിനേഷൻ. ബാക്കി വീഡിയോസ് എല്ലാം വഴിയെ വരും. സോ എനിവേ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ എല്ലാവരും പോയി പൊളിച്ച് ഫുൾ മാർക്ക് മേടിച്ചുകൊണ്ട് വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ബൈ ബൈ.